ലാൽ സലാം മോഹൻലാലിൻ്റെ നേര് 22 ദിവസങ്ങൾ പിന്നിടുകയാണ്. ജനുവരി 11 ഉള്ള കളക്ഷനാണ് നമ്മളിപ്പോൾ പറയുന്നത്. ട്രാക്ക്ഡ് കളക്ഷൻസാണ്. 581ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ സിനിമ 22 ദിനങ്ങൾ പിന്നിടുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഏറ്റവും വലിയൊരു സക്സസ് ആയി മാറിയിരിക്കുകയാണ്. 2023 ടോപ്പ് 4 സിനിമ എന്ന് തന്നെ പറയാം. ഒപ്പം നമുക്ക് 2023 അവസാനിപ്പിച്ചത് മോഹൻലാലിൻ്റെ ഈ ഒരു വിജയത്തോടു കൂടി തന്നെയാണ്. ഇനിയും കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 581ഓളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 18 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ട്രാക്ക്ഡ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് 9% ഒക്യുപ്പൻസിയിൽ. അതായത് ഏകദേശം ഒരു 35 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും അതൊരു ഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ്. വേറെ ഒന്നുമല്ല, അതൊരു വർക്കിംഗ് ഡേ ആണ്. സിനിമ ഓടി ഇത്രയും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ എബ്രഹാം ഓസ്ലറിൻ്റെ റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയ റിലീസിനിടയിലും ഈ സിനിമ ഇതേപോലെ ഒരു കളക്ഷൻ എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമെന്ന് തന്നെ പറയാം. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യം പറയാം. ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 23-ാമത്തെ വരുമ്പോൾ ഇവിടെ ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെയാണ് 23-ാം ദിവസം വരുന്നത്. അതായത് രാവിലെ തന്നെ ഹൗസ്ഫുൾ ഷോ ട്രാക്കേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, അതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. സാധാരണ ഒരു 100 ഹൗസ്ഫുൾ ഷോസ് ഉണ്ടെങ്കിൽ 10 അല്ലെങ്കിൽ അതാണ് ട്രാക്കേഴ്സിൻ്റെ കണ്ണിൽ പെടാറുള്ളൂ. അവിടെ ഇന്ന് രാവിലെ തന്നെ ഒരു ഹൗസ്ഫുൾ ഷോ പറയുന്നു. 14 ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ കഴിയുന്നത് 53 ലക്ഷം രൂപയോളമാണ്, 53,000 രൂപയോളമാണ് എന്നുള്ളതാണ്. അതായത് ഇന്ന് സിനിമ ഹെവി ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രൊജക്റ്റഡ് പറയുന്നത് ഏകദേശം 3 കോടിക്ക് അടുത്തേക്ക് സിനിമ എത്തും, അല്ലെങ്കിൽ ആ റേഞ്ചിലേക്ക്, അല്ലെങ്കിൽ 1 കോടിക്ക്, ഒന്നുമല്ല 1 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ആ ട്രാക്ക്ഡ് കളക്ഷൻസിനകത്തിൽ സൂചിപ്പിക്കുന്നത്. അവർ പ്രൊജക്ഷൻ ആദ്യം പറയുന്നത് 3,85,60,000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അത് മോർണിംഗ് ആയത്, അത് ഇന്നലത്തെ വരെയുള്ള വെച്ച് നോക്കുമ്പോൾ 2000-ന് മുകളിലുള്ള പെർസെൻറ്റേജ് കൂടുതലെന്നാണ് പറയുന്നത്. എന്തായാലും തകർക്കുകയാണ് നേര്. 23-ാം ദിവസത്തിലേക്ക് കടന്ന് 25-ാം ദിവസം പിന്നിടാൻ പോവുകയാണ് നേര് എന്ന സിനിമ. നമുക്കറിയാം എബ്രഹാം ഓസ്ലറിൻ്റെ റിലീസ് വന്നിട്ടുണ്ട്, ഒരുപാട് തിയേറ്ററുകളുണ്ട്. എന്നിരുന്നാലും നേര് സ്റ്റഡി ആയിട്ട് തന്നെ പോകുന്ന ഒരു കാര്യം. നേര് 100 കോടി ക്ലബിൽ കയറിയിട്ടേ ഓട്ടം അവസാനിപ്പിക്കൂ എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരിക്കൽ കൂടി പരിഗണിക്കണം. ലാൽ സലാം.